ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ വന്ന ഡ്രാമയുടെ പേര് ലവ് ഫോർമുല. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കൂടെ ചേർന്ന ഒരു ലവ് സ്റ്റോറിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ഇപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. തുടക്കം തന്നെ നമ്മുടെ കഥയിലെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഹീറോയുടെ പേര് ഇതിനകത്ത് യാൻഷങ്, ഹീറോയിന്റെ പേര് സിയാൻ. അങ്ങനെ ഇവർ രണ്ടുപേരും ആദ്യം കണ്ടപ്പോൾ തൊട്ടേ രണ്ടുപേർക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇവർ തമ്മിലുള്ള ബന്ധം ഓരോ ദിവസം കൂടി അവരറിയാതെ തന്നെ ഇവരുടെ ലവിനുള്ള ഫോർമുല അവർ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കഥ ഇവിടെ സ്റ്റാർട്ട് ആവുന്നത്. കോളേജിന്റെ ഫസ്റ്റ് ഡേ സിയാനും അവളുടെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം വേറൊരു പെങ്കൊച്ച് നമ്മുടെ ഹീറോ യാൻഷനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു കേക്കായിട്ട് നിൽക്കും. പക്ഷെ അവനാണ് അത് മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് ഇവരുടെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് ഇങ്ങനെ നിർത്തുമ്പം അറിയാതെ സിയാനാണ് വെള്ളത്തിലേക്ക് അങ്ങ് വീണു പോകും. അതുകൊണ്ട് അവളും ദേഷ്യത്തി അവനോട് സംസാരിക്കാൻ വരുമ്പം അവൻ അതിനു മുമ്പേ തന്നെ ആ കേക്ക് കൊണ്ടുവന്ന കൊച്ചും ഇവളും കൂടെ ഫ്രണ്ട്സ് ആയിരിക്കും വിചാരിച്ചിട്ട് അവനും തെറ്റിയിരിക്കും. അതുകൊണ്ട് അവന് രണ്ടുപേർക്കും ഒരു കാര്യം പറഞ്ഞോളാം, എനിക്ക് ഇങ്ങനത്തെ കേക്ക് ഇഷ്ടമല്ല, കൂടാതെ നിങ്ങളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് മറ്റേ പ്രപ്പോസ് ചെയ്യാൻ വന്ന കൊച്ചും നിനക്ക് മാത്സിലൊക്കെ ഇഷ്ടമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞ് ഇവനെ കുറിച്ചുള്ള എല്ലാ കാര്യം പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നിനക്ക് മാത്സ് അറിയാന്ന് പറഞ്ഞിട്ട് അവനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അവളാണ് കിളിയായിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന സിയാനും നീ എന്തോടെ ഇവിടുത്തെ വലിയ ബുദ്ധിയാണെന്ന് പറഞ്ഞിട്ട് അവൾ ആ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞ് ഈ ചോദ്യത്തിന് അവൾക്ക് ഉത്തരം അറിയത്തില്ലെന്ന് പറഞ്ഞ് നീ വല്ല നാളാത്തില്ലെന്ന് ഇവനെ അങ്ങ് ആക്കി വിടും. അതിനുശേഷം അവനൊരു ഫോൺ കോൾ എന്ന ഉടനെ അവൻ ഇവര് മൈൻഡ് ചെയ്ത് പോകാൻ നോക്കുമ്പം ഇവൾ എന്നെ തള്ളിവിട്ടിന് സോറ് വയ്ക്കടാന്ന് അവനോട് ചൂടാകും. അപ്പോഴാണ് അറിയാതെ മറ്റവളുടെ ഇരുന്ന് കേക്ക് തട്ടി വീണ് നേരെ ഇവന്റെ ഷട്ടിനകത്ത് അങ്ങ് വീഴും. അങ്ങനെ അതോടെ അവനാണ് ദേഷ്യത്തി എന്റെ ജീവിതത്തിന് നിങ്ങൾ രണ്ടുപേരും കണ്ടേ പോലും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ സിയാൻ ഗ്രാമത്തിൽ നിന്നാണ് അവൾ ഇവിടെ കൊന്നത്. അവൾക്കൊന്ന് സ്വന്തമായിട്ട് അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൾ റൂമിലേക്ക് വന്നല്ല റെഡി ആക്കി വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ റൂംമേറ്റ് അവിടേക്ക് വന്നിട്ട് ഇവളുടെ കൂടെ നല്ല ഫ്രണ്ട് ആവും. അങ്ങനെ അവൾക്ക് നാളും ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെയായിരിക്കും നോക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റാ. അതുകൊണ്ട് ഇവളൊരു കാർഡ് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുമ്പം സിയാന് ചുമ്മാ പറഞ്ഞ് സെലക്ട് ചെയ്യും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും നിനക്കിന്ന് വെള്ളത്തിന്റെ അടുത്ത് പോയാൽ തന്നെ ഡേഞ്ചറാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇവൾക്ക് നടന്ന കാര്യങ്ങളെ കറക്റ്റായിട്ട് ഗസ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഇവർ സന്തോഷത്തി രണ്ടുപേര് കട്ടയ്ക്ക് ഫ്രണ്ട്സ് ആകുമ്പോഴാണ് അതേസമയം ഇവരുടെ കൂടെ തന്നെ വേറൊരു റൂംമേറ്റും കൂടെ ഉണ്ട്. അങ്ങനെ അതാരാന്ന് പറഞ്ഞ സിയാനും ചോദിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്ന ആ യാഷനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്ന ആ പെങ്കൊച്ചായിരുന്നു ഇവരുടെ മറ്റേ റൂംമേറ്റ്. പക്ഷെ അവൾക്കാണ് കണ്ടപ്പോൾ തന്നെ ഈ സിയാങ്ങിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവന്റെ ഫ്രണ്ട് വെച്ച് ഇവളുടെ പ്രപ്പോസൽ കൊളവാക്കിയതുണ്ട്. അങ്ങനെ ഇവർക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിയാൻ ഇവിടുന്ന് സീനിയർ ആയിരുന്നു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചെല്ലും. കാരണം ഇവളുടെ വലിയ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവൾ കുറച്ച് ചീപ്പായിട്ട് സീനിയറിന്റെ അടുത്ത് നിന്ന് ബുക്ക് വാങ്ങിക്കാൻ പോവുക. പക്ഷെ അവളാണ് ആള് മാറിപ്പോയി വീണ്ടും കാണാൻ ചെല്ലുന്ന യാൻഷങ്ങിനെ ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവനാണ് ഷോക്കായി ഈ സാധനം വീണ്ടും ഇവിടെ വന്നെന്ന് പറഞ്ഞ് അവൻ ഞെട്ടിപ്പോയിരിക്കും. എന്നിട്ട് അവളും പറഞ്ഞ പോലെ ഞാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഇവന്റെ ബുക്സ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അവൻ എന്റെ ബുക്കൊക്കെ എടുക്കാൻ നീ ആരാന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൂടെ തർക്കിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അറിയാതെ അവനാണ് അവിടുത്തെ വെള്ളത്തിനകത്ത് അങ്ങ് വീണു പോകും. അതിനുശേഷം അവന് സ്വിം ചെയ്യാതെ ആ വെള്ളത്തിൽ കടന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് ഇത് കാണുന്ന ഇവളും സ്വിമ്മിംഗ് ക്ലബിലുള്ള നീയാണോ സ്വിം അറിയാത്തതെന്ന് പറഞ്ഞ് അവന്റെ നാടകമൊക്കെ നിർത്താൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവന്റെ രണ്ട് കൂട്ടുകാരന്മാരും ഇവൻ വെള്ളത്തിൽ വീണുകൊണ്ട് ഷോക്കാന്ന്. കാരണം യാൻഷങ്ങിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇതിനുമ്പ് വെള്ളത്തിൽ വെച്ച് ഇവന്റെ ഒരു ഫ്രണ്ട് മരിച്ചുപോയി കാണും. അങ്ങനെ അതുകൊണ്ട് അന്നോട്ടെ ആ ഫ്രണ്ടിനെ രക്ഷിക്കാൻ പറ്റാത്തോണ്ട് ഇവന് പിന്നീട് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവനിപ്പോ സ്വിം ചെയ്യാതെ വെള്ളത്തിൽ കിടന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ സമയമായിട്ട് അവന് നീന്തായിരിക്കുന്നുണ്ട്. ഇത് കണ്ട് സിയാങ്ങും പേടിച്ച് ഇനിയൊരു ശിവന് നീന്തൽ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവനെങ്ങ് രക്ഷിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവന്റെ രണ്ട് കൂട്ടുകാരന്മാരും ഇനിയും രക്ഷിച്ചില്ല മിക്കവാറും ചത്തു എന്ന് പറഞ്ഞിട്ട് അവന്മാരും കൂടെ ചേർന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവന് ശ്വാസമൊന്നും ഇല്ലാതെ ബോധം കിട്ടി വീണ് നടക്കുന്നുണ്ട്. സിയാനും പേടിച്ച് അവന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോഴാണ് കുറെ അവന്റെ നെഞ്ച് പ്രസ് ചെയ്ത് നോക്കിയിട്ടും അവന് ബോധം വന്ന് കാണത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പോ അവന്റെ വായ് വഴി വെള്ളമൊക്കെ ഇങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ട് അവൾ അടുത്തേക്ക് ഇങ്ങനെ ചുണ്ടും കൊണ്ടുപോകുമ്പോൾ ദൂരെ ഇരുന്ന ഒരാളാണ് ഇതെല്ലാം അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കും. കാരണം ഈ കോളേജ് സ്വിമ്മിംഗ് ക്ലബ്ബ് ഭയങ്കര ഫേമസാ. കൂടാതെ യാൻഷങ് ആണ് ഈ സ്വിമ്മിംഗ് ക്ലബിന്റെ പ്രസിഡന്റ്. അതുകൊണ്ട് ഇവനെ കുറിച്ച് ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്ത പിന്നെ കോളേജ് ഫുൾ അവർ വൈറലാകും. അങ്ങനെ അതുകൊണ്ട് ഈ ഫോട്ടോസ് ഒക്കെ അവനും ദൂരെ നിന്ന് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇതേസമയം ഇവൾ അടുത്തേക്ക് വരുന്നുണ്ട്. അവനും പെട്ടെന്ന് കണ്ണുറക്കും. അതിനുശേഷം അവന്റെ കൂട്ടുകാരനെ കൊരങ്ങാന്ന് പറഞ്ഞ് വിളിക്കുമ്പം ഇത് കേട്ട് ഇവളാണ് ഷോക്കായി. അപ്പൊ എനിക്ക് ബുക്ക് തരാന്ന് പറഞ്ഞ കൊരങ്ങ നീയല്ലേന്ന് പറഞ്ഞ് അവൾക്ക് ഇപ്പോഴേക്കും കാര്യം പിടികിട്ടുന്നത്. അങ്ങനെ കൊരങ്ങെന്ന് അവനെ എല്ലാവരും നിക് നെയിമായിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവൾക്ക് ആള് മാറിപ്പോയെന്ന് പറഞ്ഞ് അവനോട് സോറ് വയ്ക്കാൻ വേണ്ടി വരുമ്പം യാൻഷനും ഭയങ്കര ദേഷ്യത്തി നിനക്ക് ആള് മാറിപ്പോയാലും കുഴപ്പമില്ല, പക്ഷെ ഇനി മേല എന്റെ അടുത്ത് നീ വന്നു പോവല്ലേ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതിന് അവനും ജീവനും കൈ പിടിച്ചോണ്ട് അവന്റെ ഫ്രണ്ട്സുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടും. അങ്ങനെ ഇവന്റെ കൂട്ടുകാരന്മാര് ഒരുത്തന്റെ പേര് യുവാൻ, മറ്റൊരുത്തന്നെ എല്ലാവരും കൊരങ്ങെന്നാ പറഞ്ഞു വിളിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തെ പേര് ലിങ് എന്നാണ്. എന്നിട്ട് യാൻഷനും അവിടുത്തെ ക്ലിനിക് ചെന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന സിയാനും ഇവനോടൊന്ന് സോറ് വെച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ഇങ്ങനെ വരും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരെ ലിങ് അടുത്തേക്ക് ഒന്ന് ഇവളെ തടഞ്ഞിട്ട് ഈ സിറ്റുവേഷനിൽ അവനെ കാണുന്ന അത്രയ്ക്ക് നല്ലതല്ലെന്ന് അറിയും. കാരണം ഇവളെ കണ്ടാൽ തന്നെ പിന്നെ അവന്റെ മൂഡ് മൊത്തത്തിൽ പോകും. അതുകൊണ്ട് അവനോട് അനുവാദം ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവൻ അകത്തേക്ക് ചോദിക്കുമ്പം യാൻഷിങ് അവളാണെങ്കിൽ ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞിടാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവരുടെ ഒരു കിസ് ചെയ്യാൻ വന്ന ഫോട്ടോസൊക്കെ
ഇന്റർനെറ്റ് മൊത്തത്തിൽ വൈറലാകുമ്പോഴാണ് എല്ലാരും കൂടെ ഇവൾ ഇത് ആരാന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് കുറെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കോളേജ് ഫുൾ ഇപ്പോ ഇവരുടെ പരിദോഷണ. അതുകൊണ്ട് ഇത് കാണുന്ന അവന്റെ കൂട്ടുകാരന്മാരും ഇത് മിക്കവാറും യാൻഷൻ കണ്ട മൊത്തത്തിൽ സീനാന്ന് പറഞ്ഞിട്ട് അവന്മാരും പേടിച്ചിരിക്കുമ്പം അതൊക്കെ യാൻഷൻ കണ്ടല്ല അറിയത്തുള്ളൂ പറഞ്ഞിട്ട് യുവാൻ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് യാൻഷനാണ് എന്തോ അളിയന്മാരെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവന് കാര്യം ചോദിക്കുമ്പം ലിങ്ക് പേടിച്ചിട്ട് ഇവനോട് ആ കാര്യം പറയത്തില്ല. പക്ഷെ അവനാണ് എന്തോ അവനെ കുറിച്ച് എന്തോ സംസാരിക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് സത്യം എന്തോടാ യുവാൻ എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. കാരണം അവൻ എന്ത് കാര്യമായാലും ഇവനോട് ഓപ്പൺ ആയിട്ട് അങ്ങ് സംസാരിക്കും. പക്ഷെ അതേസമയം അടുത്തിരുന്ന് ലിങ്കും വെറുതെ അവന് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനോട് ആ കാര്യം പറയാതിരിക്കാൻ വേണ്ടി പറയുമ്പം യുവാൻ അതൊന്നും മൈൻഡ് ചെയ്ത് മറ്റേ പെങ്കോച്ചിവിനെ രക്ഷിക്കാമെന്ന ഫോട്ടോസൊക്കെ കോളേജ് മൊത്തത്തിൽ ലീക്കായെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൻ അത് കണ്ട് ഷോക്കായിരിക്കുമ്പോഴാണ് യുവാൻ ഇവനെ സമാനപ്പെടുത്താൻ വേണ്ടി എന്തായാലും കമന്റ് വായിക്കാതിരുന്ന നിനക്ക് സമാനം കിട്ടും പറയും. അപ്പോഴാണ് യാൻഷെങ്ങും ഇതിനകത്ത് കമന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അത് നോക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അടുത്തിരുന്ന് ലിങ്കും നീ നോക്കണ്ടെന്ന് അവസാനം എല്ലാം പറഞ്ഞു കൊടുത്തല്ലോടെ തിണ്ടിന്ന് പറഞ്ഞിട്ട് ഇവനെ കുറിച്ച് വരുന്ന കമന്റ്സ് എല്ലാം കണ്ട് അവന് മൊത്തത്തിൽ തകർന്നു ഇരിക്കും. കാരണം സ്വിമ്മിംഗ് ക്ലബിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഇവന് സ്വിമ്മിംഗ് പോലും അറിയത്തില്ലെന്ന എല്ലാരും ഇപ്പൊ കളിയാക്കുന്നത്. അങ്ങനെ ആ ദേഷ്യത്തിൽ അവനും ആ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കുമ്പോൾ യുവാൻ അത് വാങ്ങിച്ചു വെച്ച് പൊട്ടിക്കുവാണെങ്കിൽ സ്വന്തം ഫോൺ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ സേഫ്റ്റി ആയിട്ട് വാങ്ങിച്ചു വയ്ക്കും. അതിനുശേഷം ഇവിടെ റൂമിലേക്ക് വന്ന് സിയാനാണ് അവനെ വെള്ളത്തിൽ തള്ളിയിട്ടതിനൊക്കെ സോറി അയക്കാൻ വേണ്ടി ഇവളെ ലെറ്റർ ഇങ്ങനെ എഴുതി വയ്ക്കും. അപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയും ക്യാൻറ്റീനിൽ കിടിലെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെ കഴിക്കാൻ വേണ്ടി വിളിക്കും. അതുകൊണ്ട് ഇവളെ ലെറ്റർ വെച്ചിട്ട് പോയ സമയം നോക്കി ഇവളുടെ മറ്റേ റൂംമേറ്റ് ആണ് നീ എന്റെ പ്രൊപ്പോസൽ കൊളവാക്കിയെന്ന് പറഞ്ഞിട്ട് ഇവൾക്കിട്ട് പണി കൊടുക്കും. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഇവളുടെ കൂട്ടുകാരായിട്ട് തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് ഹോസ്റ്റൽ റൂമിലെ വാതിൽ ആരും ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞ് ഇവൾക്കൊന്നും പിടി കിട്ടത്തില്ല. അതിനുശേഷം അവളും കൂട്ടുകാരോട് എങ്കിൽ പിന്നെ ഞാൻ ഈ സോറി ലെറ്റർ ചെന്ന് അവനോട് കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അതിനുശേഷം നേരെ വീണ്ടും ലിങ്ങിനെ കണ്ട് ഈ ലെറ്റർ അവന്റെ കൊടുത്തേക്കാൻ പറയുമ്പം അവനെ സന്തോഷത്തിൽ മനുഷ്യർക്ക് ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവൻ ഈ സോറി ലെറ്റർ അവന്റെ കൊടുത്തോളം പറയും. അങ്ങനെ അവന് നേരെ യാൻഷന്റെ അടുത്തേക്ക് വന്നിട്ട് ആ സിയാനെ ഒരു ലെറ്റർ എന്നിട്ടുണ്ടെന്ന് പറയുമ്പം അവനെങ്കിൽ പിന്നെ അതെടുത്ത് വേസ്റ്റ് കളഞ്ഞോളം പറയും. അപ്പോഴാണ് ലിങ്ങും മനസാക്ഷിയില്ലാതെ ഇങ്ങനെ ഒന്നും പറയില്ലെന്ന് പറഞ്ഞ് അവനതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ നീ പറഞ്ഞ പോലെ കളയുന്നേ നല്ലതെന്ന് പറഞ്ഞിട്ട് അവനതെടുത്തോണ്ട് പോകാൻ വേണ്ടിയിരിക്കും. അപ്പോഴാണ് യാൻഷെങ്ങും എങ്കിൽ പിന്നെ അതിനകത്ത് എന്തോ ഉള്ളതെന്ന് പറഞ്ഞ് അവനെ കുറച്ച് ഇൻട്രസ്റ്റ് വരുമ്പം അവസാനം അവനതെടുത്ത് നോക്കും. അപ്പോഴാണ് ആ ലെറ്ററിനകത്ത് ഇവനെ കളിയാക്കുന്ന രീതിയിൽ ഇവൻ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് ഇവൻ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കും. കാരണം മറ്റവളെ ലെറ്റർ മാറ്റിയതാ. അതുകൊണ്ട് ആ ദേഷ്യത്തിൽ അവനിപ്പോ നേരെ അവളെ കാണാൻ വേണ്ടി പോവുക. അപ്പോഴാണ് ഇവൾക്ക് നേരെ ഒരു ബോൾ വരുന്നുണ്ട്. അവനും പെട്ടെന്ന് മാസമായിട്ട് തടഞ്ഞു നിർത്തുമ്പം ഇവളും താങ്ക്സ് പറയും. പക്ഷെ അവനാണ് ദേഷ്യത്തിൽ താങ്ക്സ് ഒക്കെ നിന്റെ കൈ വെച്ചോ, നീയാണോ മറ്റേ ലെറ്റർ എന്റെ കൂട്ടാൻ്റെ ഒക്കെ കൊടുത്തയച്ച എന്നിന് ഇവനും ചോദിക്കുമ്പം അവള് ഞാനാ കൊടുത്തേന്ന് അറിയും. കൂടാതെ ലെറ്റർ കണ്ട് നീ ടച്ചായെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവന് കുറെ ടച്ചായെന്ന് പറഞ്ഞിട്ട് ഇവളോട് ഇങ്ങനെ ദേഷ്യം സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവളാണ് പാവമായിട്ട് ഇവളെഴുതിയ സോറി ലെറ്റർ എന്ന് വിചാരിച്ചിട്ട് ഇവളുടെ മനസ്സിലുള്ള കാര്യങ്ങള് ആ ലെറ്റർ ഇത് വെച്ചെന്ന് പറഞ്ഞ് അവള് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതോടെ ഇവനാണ് മൊത്തത്തിൽ ഇവള് പകഞ്ഞുപോയി. എങ്കിൽ പിന്നെ നിന്റെ മനസ്സിലുള്ള കാര്യമൊക്കെ ഞാൻ തീർത്തരാന്ന് പറഞ്ഞ് അവളെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇവന് തീരുമാനിച്ചിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഇവരുടെ കോളേജ് പുതിയതായിട്ടൊന്ന് ജൂനിയേഴ്സ് എല്ലാം ഓരോ ക്ലബ്ബിൽ ജോയിൻ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിയാന്റെ കൂട്ടുകാരിയും അവൾ കോസ്പ്ലേ ചെയ്യുന്ന ക്ലബ്ബിൽ ചേരാൻ പോകുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൾ ആ ക്ലബ്ബിൽ വരുന്ന ചോദിക്കുമ്പോൾ സിയാൻ അവൾക്ക് സ്വിമ്മിംഗ് ക്ലബ്ബിൽ ജോയിൻ ആകണം എന്ന് പറയും. കാരണം ഇവള് പാവപ്പെട്ട ഫാമിലി ആയതുകൊണ്ട് ഇവളെ സ്കോളർഷിപ്പ് വഴിയാണ് ഈ കോളേജ് അഡ്മിഷൻ എടുത്തത്. കൂടാതെ ഇവൾക്ക് ആ സ്കോളർഷിപ്പ് നിലനിർത്തണ നല്ല മാർക്കും സി ഗ്രേഡ് ഒക്കെ വേണം. അങ്ങനെ സ്വിമ്മിംഗ് ക്ലബ്ബിലാണ് ഏറ്റവും കൂടുതൽ സി ഗ്രേഡ് കിട്ടുന്നത്. അതുകൊണ്ട് അവൾ അതിൽ തന്നെ ചേരാൻ പോകുന്ന പറഞ്ഞിട്ട് അവിടെ പേരെടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന മറ്റേ റൂംമേറ്റും ഇവൾ ആ ക്ലബ്ബിൽ ജോയിൻ ആകുമോന്ന് കണ്ടിട്ട് സ്വിമ്മിംഗ് അറിയാത്ത നീയൊക്കെ എന്തോടി സ്വിമ്മിംഗ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവളും പുച്ഛിച്ച് കുറെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവളുടെ റൂംമേറ്റ് കുറെ പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള. പക്ഷെ സിയാങ് ഇതുവരെ ഒരു കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് അവൾ അതിനെ കുറിച്ച് ആക്കി കളിയാക്കുമ്പം സിയാൻ എനിക്ക് സ്വിമ്മിംഗ് ഒക്കെ ചെയ്യാറിയെന്ന് പറഞ്ഞ് അവളുടെ ഗ്രാമത്തെ അവളെ ഫസ്റ്റ് എന്ന് പറയും. അപ്പോഴാണ് ആ ക്ലബ്ബിൽ ജോയിൻ ആക്കുന്ന ആളും എന്തായാലും അവാർഡൊന്നും വാങ്ങിക്കാത്ത ഒരാളെ ഞങ്ങളുടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് അവന് സിയാങ്ങിനെ പറഞ്ഞുവിടാൻ നോക്കുമ്പം അവളും ദേഷ്യത്തി അപ്പൊ അവാർഡ് വാങ്ങിച്ചവരെ മാത്രമേ നിങ്ങളുടെ ക്ലബ്ബിലേക്ക് ജോയിൻ ആക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ഇതൊക്കെ എന്തൊരു ക്ലബ്ബ് എന്ന് പറഞ്ഞ് കറക്റ്റ് പോയിന്റ് ഒക്കെ എടുത്ത് ചോദിക്കും. അങ്ങനെ അവസാനം ഇവർ തമ്മിൽ തർക്കമാകുമ്പോഴാണ് അവിടേക്ക് വരുന്ന യാൻഷെങ്ങും ഞാൻ നിന്നെ സ്വിമ്മിംഗ് ക്ലബ്ബിൽ ജോയിൻ ആക്കാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ ഭയങ്കര സന്തോഷത്തി ഇനിയിപ്പോ എനിക്ക് എന്താണെന്ന് പറഞ്ഞ് അവള് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പം അവളുടെ റൂംമേറ്റ് ആണ് ഇവളൊരു അവാർഡ് വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവളെ ടീം എടുക്കണ്ടെന്ന് പറയും. അപ്പോഴാണ് യാൻഷെങ്ങും ചുമ്മാ ഇല്ലാതൊക്കെ തള്ളിയിട്ട് ഇവള് സ്വിം ചെയ്തൊക്കെ അവൻ കണ്ടേന്ന് പറയും. അതിൽ തന്നെ അവന് മനസ്സിലായി ഇവളൊരു പക്കാ സ്വിമ്മറാന്ന്. അതുകൊണ്ട് ഇവളെ ക്ലബ്ബിൽ എടുക്കാൻ അവനാ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ ഇവളെ ടീം എടുത്ത് ഇവളെ പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൻ ആലോചിച്ചിരിക്കുക. പക്ഷെ ഇതൊന്നും അറിയാതെ അവളാണ് ഭയങ്കര സന്തോഷത്തി എന്നെ ടീമിൽ സെലക്ട് ചെയ്യുന്ന താങ്ക്സ് എന്ന് പറഞ്ഞ് അവന് താങ്ക്സോടെ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇപ്പം ക്ലബ്ബിൽ ജോയിൻ ആയ എല്ലാവരും കൂടെ ഇവർ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോകുമ്പം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ലിങ്ങും ഓരോരുത്തരും ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇവരുടെ സീനിയേഴ്സ് ഓരോരോ ആൾക്കാരും വരും എന്നറിയും. അങ്ങനെ ഈ തവണ യാൻഷെങ് നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഒരാളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് ഗേൾസ് എല്ലാവരും മിക്കവാറും ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഭയങ്കര എക്സൈറ്റ്
ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൻ അവസാനമായിട്ട് ചൂസ് ചെയ്യുന്ന സിയാങ്ങിനെ. അങ്ങനെ അതുകൊണ്ട് എല്ലാരും കൂടെ ഷോക്കാകുമ്പം ഇവന് പതി അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നിന്റെ ട്രെയിനർ ആയതുകൊണ്ട് നിന്റെ ട്രെയിനിങ് കുറെ കഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ് ഇവളെ അടുത്തേക്കൊന്ന് പേടിപ്പിക്കും. പക്ഷെ അവളാണ് എനിക്കതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളുടെ ബെസ്റ്റ് തരാന്ന് പറയും. പക്ഷെ ഇതെല്ലാം കണ്ട് അടുത്തിരുന്ന് ഇവളുടെ റൂംമേറ്റിന് ആള് കത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവള് ദേഷ്യമെല്ലാം പുറത്തിറക്കാൻ വേണ്ടി സിയാങ്ങിനോട് ചെന്ന് യാൻഷങ് നിന്നെ ചൂസ് ചെയ്യാൻ നീ വല്ല കോമ്പറ്റീഷന് പങ്കെടുത്ത് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ ഇതൊക്കെ അനീതിയാന്നറിയും. അങ്ങനെ ഇവളുടെ സംസാരം കേട്ട് ബാക്കി എല്ലാവരും അതും ശരിയാ, പ്രസിഡന്റ് ഇവളെ പേഴ്സണലായിട്ട് ചൂസ് ചെയ്യാൻ ഇവൾ അത്രയ്ക്കും ബെറ്റർ ഒന്നല്ലല്ലോ എന്നിന് എല്ലാരും കൂടെ ഇവളുടെ സ്വിമ്മിംഗ് സ്കിൽസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയുമ്പം അതേസമയം ഇവർ തമ്മിൽ ഒരു ചാലഞ്ച് നടക്കും. അങ്ങനെ സിയാങ്ങിന്റെ റൂംമേറ്റും ഒരേ ഇവർ തമ്മിൽ ഇപ്പൊ മത്സരിക്കാൻ പോകുന്നത് അവള് വിജയിക്കുവാണ് ഇവൾ യാൻഷങ്ങിന്റെ കൂടെ ട്രെയിൻ ചെയ്യലെന്ന് പറയും. ഒരേശം ഈ മത്സരത്തിൽ അവള് തോറ്റ പിന്നെ അവൾ ക്ലബ്ബിൽ നിന്ന് തന്നെ പോയി തരാന്ന് പറയും. ഇത് കേട്ട് സിയാന് ഷോക്കായിട്ട് ഇത്രയും വലിയ ബെറ്റൊക്കെയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളും തോക്കാൻ പോകുന്ന എന്തായാലും നീ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ മത്സരം വെക്കും. അങ്ങനെ ഇതൊക്കെ അവിടെ ഇരുന്ന് യാൻഷങ് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കണ്ടോണ്ടിരിക്കുമ്പോൾ മത്സരത്തിൽ ആദ്യം സിയാങ് ആയിരിക്കും ബാക്കി വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ അവളുടെ സ്വിമ്മിംഗ് സ്റ്റൈൽ കണ്ട് ഇവരെല്ലാരും കൂടെ ഇവൾ എന്തായാലും അവളുടെ അടുത്ത് തന്നെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഷോക്കായി നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ആയ ഉടനെ അവളുടെ റൂംമേറ്റിനെക്കാളും സിയാങ് ആയിരിക്കും ഫാസ്റ്റ് ആയിട്ട് മുമ്പോട്ട് വരുന്നത്. അങ്ങനെ അതുകൊണ്ട് എല്ലാരും കൂടെ ഷോക്കായിരിക്കുമ്പോൾ ഈ സിയാൻ ഇത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് സ്വിം ചെയ്യുന്ന പറഞ്ഞ് എല്ലാരും കൂടെ അവസാനം ഞെട്ടിപ്പോകും. അങ്ങനെ ആ കോമ്പറ്റീഷന് വിജയിച്ച സിയാങ് ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവളുടെ റൂംമേറ്റും ഞാൻ പറഞ്ഞ വാക്കനുസരിച്ച് ഞാൻ ഈ ക്ലബ്ബിൽ നിന്ന് പോയിക്കോളെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. പക്ഷെ സിയാങ് ആണ് അന്ന് കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ അവൾ വാക്ക് പാലിച്ചേ പറ്റത്തുള്ളെന്ന് പറഞ്ഞ് ദേഷ്യത്തിലായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഇവരെ കണ്ടപ്പോൾ തൊട്ട് ഇവർ തമ്മിൽ പ്രശ്നങ്ങളാ. അതിനുശേഷം അടുത്ത ദിവസം തൊട്ട് യാൻഷൻ ഇവർക്കെല്ലാം ട്രെയിനിങ് ചെയ്യിപ്പിക്കുമ്പോഴാണ് എല്ലാവർക്കും റെസ്റ്റ് കൊടുക്കുമ്പോൾ സിയാനെ മാത്രം വെറുതെ വിടാതെ ഇവൾക്ക് റെസ്റ്റ് ടൈം വന്നില്ലെന്ന് പറഞ്ഞ് അവളെ മാത്രം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അതിനു വേണ്ടിയാണ് മനഃപൂർവ്വം ഇവളെ അവൻ ചൂസ് ചെയ്തത്. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. कहाँ चलती प्यार की